ഈ നടന്നു പോകണ കണ്ടപ്പോൾ എങ്ങോട്ടാന്ന് മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ഗൈസ് നമ്മൾ നാട്ടിലേക്ക് പോവാണ് ഗൈസ്. എന്താ 2 ദിവസം മുന്നേ ഒരു ഷോപ്പിംഗ് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും ഇപ്പം എന്താ നമ്മൾ 2 ദിവസം മുന്നേ ഇട്ടിട്ടുള്ളൂ ഇപ്പോൾ അപ്പോഴത്തേക്ക് നാട്ടിൽ പോകാനായെന്ന്. അതേ ഗൈസ് ഞാൻ അതെടുത്ത് എന്താ എന്നോ പോയതാണ് അവിടുന്ന്. ഞാൻ അവിടുന്ന് വരുന്ന 2 ദിവസം മുന്നെയാണ് അപ്ലോഡ് ചെയ്തത്. ഇത് തന്നെ ഞാൻ നാട്ടിൽ വന്ന് 2 ദിവസമായി ഞാൻ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊന്നും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെയാണല്ലോ. പിന്നെ എൻ്റെ ഉച്ചയും സൗണ്ടും ഒക്കെ സോറി രണ്ടും ഒന്നാണ്, എന്നാലും രണ്ടും മാറിയിട്ടുണ്ട്. അപ്പം ഇവനാണ് വീഡിയോയിലൊക്കെ ഒരുമാതിരി അളിഞ്ഞ എക്സ്പ്രഷൻ ആണെന്ന് എയർ ഹോസ്റ്റേഴ്സൊക്കെ നമ്മൾ നല്ല രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വീഡിയോ ഇതാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സോ ഗൈസ് ഈ സീറ്റ് നല്ലോണം ശ്രദ്ധിച്ച് നോക്കിക്കോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു വര വരുന്നുണ്ട്, എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. ഫോണിൻ്റെ പ്രശ്നമല്ല എന്നാണ്. പിന്നെ കണ്ടോ ഈ ബാക്കിലെ സീറ്റ് വേറെ, എനിക്ക് തോന്നുന്നു വല്ല VIP ആയിരിക്കുള്ള സീറ്റാണെന്ന്. ജസ്റ്റ് ഡിസൈനും കളറും വ്യത്യാസമേ ഉള്ളൂ. കണ്ടിട്ട് എനിക്ക് ഈ സീറ്റാണ് നല്ലതെന്നാണ് തോന്നിയത്. അപ്പം എന്താ പിന്നെ നമ്മൾ എന്താ നമ്മുടെ ഹാൻഡ് ബാഗ്സ് എല്ലാം 2 നമ്മൾ ലഗേജിൻ്റെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. 1 മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. അവസാനമുള്ള ഫ്രൂട്ട്സും ഫുഡും ഒക്കെ ഉണ്ടായതുകൊണ്ട്. പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി എല്ലാവരും എയർ ഹോസ്റ്റേഴ്സൊക്കെ ക്യാബിൻ ക്രൂ എന്തായാലും അവർ എന്താ ലഗേജല്ല ഹാൻഡ് ലഗേജൊക്കെ വെക്കുമായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ അതൊക്കെ നോക്കി വെക്കുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അർസാൻ്റെ ഭയങ്കര കളിയും ചിരിയായിരുന്നു വന്നപ്പം. പിന്നെ ചെറിയ സങ്കടം ഉണ്ടായിരുന്നു ഉപ്പേനെ വിട്ട് പോകുന്നതിൻ്റെ. പിന്നെ കേസ് ആ വരയില്ലേ അത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ എനിക്ക് തോന്നുന്നു ആ റെഡ് ലൈറ്റിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഫ്ലൈറ്റ് കയറിയാൽ ഉണ്ടാകുന്നൊരു ചടങ്ങാണല്ലോ ഇത്. ചടങ്ങല്ല, നമ്മുടെ എമർജൻസി, അതായത് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഒരു സാധനമല്ലേ അപ്പം ഇത് ഞാൻ എന്താ ചെറുപ്പത്തിൽ കണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. പിന്നെ ഈ സാധനമില്ലേ എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നതല്ല സംഭവം എന്താ വെച്ചാൽ, ഞാൻ എത്രയോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സൗണ്ട് കൂട്ടുന്നതും മാറ്റുന്നതും കുറേ സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് ഈ നമ്മുടെ ഫ്ലൈറ്റ് എയർ ഇന്ത്യയാണ് കേട്ടോ. അപ്പം ഇതാണ്. പിന്നെ രാത്രിയായപ്പോൾ അവിടെ നല്ല രസമുണ്ടായിരുന്നു. അടിയിൽ കണ്ടോ ആ മഞ്ഞ വര. ഇപ്പം ലൈറ്റ് ഓഫാക്കിയപ്പം പച്ച കളറായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഉറങ്ങി ഗൈസ്. അതിന് ശേഷമുള്ള ഒരു അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു, അത് നമുക്ക് മിസ്സായി പോയി. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ആരാ എടുത്തത്? നമ്മൾ വീഡിയോ എടുത്തതാണ് ഗൈസ്. ഇത് കാണുന്നത് എന്തൊരു അടിപൊളിയായിരുന്നു എൻ്റെ ഗൈസ്. ഒരു അടിപൊളി വ്യൂ തന്നെയായിരുന്നു. ചന്ദ്രനെ അങ്ങനെ കാണുന്നത് ഗൈസ്. ഈ സൂം ചെയ്ത് വരുമ്പം പിന്നെ കുറേ സ്റ്റാർസൊക്കെ ഉണ്ടായിരുന്നു. ആ ലൈറ്റും ആ ഒരു മഞ്ഞളിപ്പും ഒക്കെ പാടെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വ്യൂ ഇതിനേക്കാളും അടിപൊളിയായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇത് ഞാൻ നേരിട്ട് കണ്ടു. ഞാൻ ജസ്റ്റ് എന്തോന്ന് അങ്ങോട്ട് നീച്ചതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കണ്ടതാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ഉറങ്ങി. കാരണം ഉറങ്ങിയിട്ട് മതിയാവുന്നില്ല ഗൈസ്. പിന്നെയും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടും ഞാൻ ഉറങ്ങുമായിരുന്നു. അങ്ങനത്തെ ഉറക്കമാണ്. പക്ഷേ ഗൈസ് ഞാനൊരു സത്യം പറയട്ടെ, ഈ ഒരു വ്യൂ അതായത് ഈ ഒരു കാഴ്ച നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വേണം. കാരണം അത്രയ്ക്കും അടിപൊളിയാണ് നേരിട്ട് കാണാൻ. പിന്നെ അവസാനം പിന്നെയും ഉറങ്ങുമായിരുന്നു. അവനൊന്നും വേറെ വഴിയൊന്നുമില്ല, പാൽ കുടിക്കുക അത് തന്നെയായിരുന്നു. പിന്നെ ആ വരെ വരുന്നുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു ഉറക്കം എണീച്ചപ്പോൾ തന്നെ എൻ്റെ കോലം ഇതാണ് കേസ്. ഹസ്ബൻഡിനോട് പറയാം കണ്ണാടിയും വാച്ചൊക്കെ എടുത്തിട്ട് ഒന്ന് മാസമാവണ്ടെന്നൊക്കെ. അത് കഴിഞ്ഞ് ഹോസ്റ്റേഴ്സിനോടും അവിടെയൊക്കെ ബായ് പറഞ്ഞ് നമ്മൾ പോകുന്നു. നമുക്ക് വേണ്ടിയിട്ട് ഒരാളവിടെ കുടയും പിടിച്ച് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ കുറേ പേര് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകാനുള്ള ബസ് വന്നു. അപ്പം ഇനിയാണ് കേസ് ട്വിസ്റ്റ്. അതായത് ഞാൻ ഏറ്റവും ചെയ്ത വലിയ പൊട്ടത്തരം എന്താണെന്ന് വെച്ചാൽ കേസ് നമ്മൾ ലഗേജ് എടുക്കുന്നതും എയർപോർട്ടിൽ നിന്ന് അവരെ കാണുന്നതും കെട്ടിപ്പിടിക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവർ വരുന്നത് നമ്മൾ കെട്ടിപ്പിടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെ കൊടുക്കാം. അസിമിൻ്റെ വീഡിയോ ആണെങ്കിൽ ഇല്ലാണും അവസാനത്തേക്ക് ഞാൻ അവന് ഫോട്ടോ കൊടുക്കാൻ വേണേൽ. അപ്പം ഉമ്മച്ചീനെ വന്നിട്ട് ഫസ്റ്റ് അവൾ ഫ്ലവർ കൊടുത്തപ്പോൾ ഉമ്മച്ചി താങ്ക് യു ഒക്കെ പറഞ്ഞതിൻ്റെ നിങ്ങൾ എന്നാൽ പിന്നെ എനിക്ക് തന്നു കേട്ടോ. എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അഭിനയിച്ചതാണിത്. അപ്പം അസിമിന് കൊടുക്കുന്ന ഫോട്ടോ ഞാൻ കൊടുക്കാവേ. അപ്പോൾ കേസ് ഇന്നത്തെ ഇവിടെ എത്രയുള്ളൂ. ബായ്.